സങ്കീർത്തനങ്ങൾ 119 1 മുതൽ 8 വരെ നമുക്ക് പറഞ്ഞു തരും. നിങ്ങൾ എന്ത് ചെയ്യണം? ഉറക്കെ ടീച്ചറിന്റെ കൂടെ പറയണം. ഓക്കെ? ടീച്ചർ പറഞ്ഞു തരും, അത് കഴിഞ്ഞ് പറയാം. ഓക്കെ, റെഡിയാണോ? വായിക്കുവാണേ. അപ്പോൾ അതിൻ്റെ പറയുന്നതിൻ്റെ ബാക്കി നിങ്ങൾ പറയണേ. 119 സങ്കീർത്തനം. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും. എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ. നമുക്കിതിനകത്ത് ഒരു വാക്യം കാണാതെ പഠിക്കാം. ഞാൻ പറഞ്ഞു തരും, നിങ്ങൾ കൂടെ ഒന്നുകൂടെ 2-3 പ്രാവശ്യം പറഞ്ഞു തരുമോ ചേർന്ന് പറയാം. അതിന്റെ 6-ാം വാക്യം. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. ഒന്നുകൂടെ. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. ഒന്നുകൂടെ. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. ഇതിന്റെ മീനിങ് മനസ്സിലായ പറഞ്ഞാല് ദൈവത്തിന്റെ സകല കൽപ്പനകളും നമ്മൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അനുസരിക്കുക, അല്ലെങ്കിൽ ചേർത്ത് വെച്ചാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ച് പോകയില്ല. 3 പ്രാവശ്യം കൂടെ ചേർന്ന് പറയാം. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിങ്ങൾക്ക് പറയാമോ? പറഞ്ഞോ. ഭാരതം എന്റെ നാടാണ്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും നന്മയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഞാൻ എന്റെ മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ദൈവവചനം പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. ദൈവശക്തി പ്രാപിക്കുവാനും ആ ശക്തിയാൽ സ്വാതന്ത്ര്യം നേടി ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടുവാനും ഞാൻ ജാഗ്രത കാണിക്കും. ഞാൻ ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിലും ദൈവവചനം പഠിച്ച് ക്രിസ്തുവിൽ പൂർണ്ണതയുള്ള വ്യക്തിയാകാൻ ശ്രമിക്കും. ജീവിതത്തിന്റെ അന്ത്യം വരെ യേശുവിനെ അനുഗമിച്ച് യേശുവിന്റെ ഇഷ്ടം ചെയ്യും. ആമേൻ. മുദ്രാവാക്യം വിളിക്കാം. ഉറക്കെ വിളിക്കണേ. ജയ് ജയ് VBS. ജയ് ജയ് യേശു ക്രിസ്തു. ജയ് ജയ് VBS. ജയ് ജയ് യേശു ക്രിസ്തു. യേശു ക്രിസ്തൻ പൂന്തോപ്പിൽ റോസാപ്പൂക്കൾ പൈതങ്ങൾ ഒന്നിച്ചൊന്നായി വിരിയുമ്പോൾ ആമോദത്താൽ ഞങ്ങൾ വിളിക്കും. ആഹ്ലാദത്താൽ ഞങ്ങൾ വിളിക്കും. ജയ് ജയ് VBS. ജയ് ജയ് VBS. ആരാ കരയുന്നേ? അയ്യോ സാത്താന. എന്തിനാ സാത്താനെ കരയുന്നേ? കുട്ടികളെല്ലാം യേശുവിൻ പിൻപേ
കാൽവരി കുന്നിൽ കൊളുത്തിയ ദീപം നൂറ്റാണ്ടുകളായി കത്തും ദീപം ഇന്നും നാളെയും കത്തും ദീപം തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും ബൈബിൾ നമ്മുടെ ആയുധമാണ് സ്നേഹത്തിൻതൂത് അതിലുണ്ട് ദൈവസ്നേഹം വന്നാലേ മനുഷ്യരെല്ലാം ഒന്നാകൂ ഒന്നേ ഉള്ളൂ രക്ഷാമാർഗം ഒന്നേ ഉള്ളൂ തകരട്ടെ സാത്താൻ കോട്ടകൾ തകരട്ടെ ഉയരട്ടെ യേശുവിൻ നാമം ഉയരട്ടെ ബോലോ യേശു മസീഹ് കി ജയ് ബോലോ യേശു മസീഹ് കി ജയ് ബോലോ യേശു മസീഹ് കി ജയ്
പാട്ട് പഠിച്ചോ? എത്ര പാട്ട് പഠിച്ചു? ആക്ഷൻ സോങ് പഠിച്ചോ? ആക്ഷൻ സോങ് കളിച്ചോ? ആക്ഷൻ സോങ് ഇപ്പൊ കളിക്കാമോ? റെഡിയാണോ?